വാർത്താ മലയാളം ന്യൂസിലേക്ക് ആതുര സേവന രംഗത്തിന്റെ പുത്തൻ ചുവടുവെപ്പ്. അക്ഷരനഗരിയിലെ ഏറ്റവും വലിയ ആശുപത്രി. വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളാണ് ഈ സുന്ദര സുദിനത്തിൽ, ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ആഘോഷ പരിപാടികളുടെ വിശേഷങ്ങളിലേക്ക് വിപുലമായ ആഘോഷ പരിപാടികളാണ് മാർസിവ മെഡിസിറ്റിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് മാർസിവ മെഡിസിറ്റിയുടെ ഓപ്പറേഷൻ ഡയറക്ടർ കൂടിയായ ജോസഫ് കീരച്ചനെ അച്ഛനാണ്. അച്ഛന്റെ പ്രതികരണം. അച്ഛ, എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? നമുക്കറിയാം, രാജ്യം 78ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. നമുക്കറിയാം, മാർസിവ മെഡിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷത്തിൻ്റെതായ ഒരു ദിവസം കൂടിയാണ്. എന്താണ് അച്ഛന് പറയാനുള്ളത് ഈ അവസരത്തിൽ? ഭാരതത്തിന്റെ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ നന്മകളും ആശംസിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൂറ്റാണ്ടുകളായിട്ട് അടിമത്തത്തിലായിരുന്ന നമ്മളെ 200 വർഷത്തോളം ബ്രിട്ടീഷുകാർ അടിമത്തത്തിലായിരുന്ന നമ്മളെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഒരുപാട് അധ്വാനിച്ച് ജീവത്യാഗം ചെയ്ത് നേടിയെടുത്തു തന്ന ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതെ അതിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടെ സൂക്ഷിക്കുവാൻ നമുക്കുള്ള കടപ്പാട് ഓർക്കുകയും അത് നിലനിർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. അച്ഛൻ, നമ്മളിങ്ങനെ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മൾ മെഡിസിറ്റിയിൽ അതിന്റെ ക്രമീകരണങ്ങൾ, ആരാണ് പതാക ഉയർത്തുന്നത്, ആരാണ് സന്ദേശം നൽകുന്നത്, മെഡിസിറ്റിയിലെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? മാർസിവ മെഡിസിറ്റിയെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ ദിവസമാണിത്. ഔദ്യോഗികമായി ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിയാണല്ലോ പതാക ഉയർത്തുക. ഇവിടെ മാർസിവ മെഡിസിറ്റിയിൽ ഇന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പതാക ഉയർത്തുവാനായിട്ട് വരുന്നത് പാലാ രൂപതയുടെ ചാൻസലർ റവറൻ ഡോക്ടർ ജോസഫ് കുറ്റിയാങ്കൽ അച്ഛനാണ്. അച്ഛൻ പാലാ രൂപതയുടെ ചാൻസലറായിട്ട് 2 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. അച്ഛൻ വന്ന പതാക ഉയർത്തി സന്ദേശം നൽകും. ഈ ആശുപത്രിയുടെ സംരക്ഷണം നോക്കുന്ന ഏതാണ്ട് 80ഓളം വരുന്ന സെക്യൂരിറ്റി സ്റ്റാഫ് ആഴ്ചകൾ നീണ്ടു നിന്ന വലിയൊരു പരിശീലനത്തിന് ശേഷം വളരെ ഭംഗിയായി പരേഡ് നടത്തും. ആ പരേഡിന് അവസാന പതാക ഉയർത്തി ബഹുമാനപ്പെട്ട ചാൻസലറുടെ സന്ദേശം നൽകും. മധുര പലഹാരങ്ങൾ ഇവിടെയുള്ള സ്റ്റാഫിനും എല്ലാ ആളുകൾക്കും വിതരണം ചെയ്യും. അങ്ങനെ വലിയ ഒരു സന്തോഷം, സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഇന്ന് മാർസിവ മെഡിസിറ്റി ആഗ്രഹിക്കുന്നു. ഏതൊക്കെയാണ് അച്ഛന്റെ പ്രതികരണമാണ് നമ്മളോട് അച്ഛൻ പങ്കുവച്ചത്? എങ്ങനെയാണ് മാർസിവ മെഡിസിറ്റിയിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്? അതിനെക്കുറിച്ചൊക്കെ വിലയിരുത്തുകയായിരുന്നു അച്ഛൻ. വാർത്താമാധ്യമ ന്യൂസിനോടൊപ്പം ചേർന്ന് പ്രതികരിച്ചതിന് ഈ അവസരത്തിൽ അച്ഛന് എല്ലാവിധ ആശംസകളും. നന്ദി. താങ്ക് യു.